ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് കാണാൻ നല്ല ഫ്രിസിയാണ്. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ ഒരു കുട്ടി ഹെയർ കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ദലാഹിയ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മളെ കേരള താളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ കയ്യിൽ ചെമ്പരത്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ താളി നമ്മൾ ഒരു ചെറിയ കിണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി താളി വേണം അത്രയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഐ എം യൂസിങ് ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ. ഇത് എനിക്ക് നല്ല വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ആവുന്നില്ല, ഐ മീൻ നിങ്ങൾ വേറെ ഓയിലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതും ആഡ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇത് ചെയ്യാവുന്നതാണ്. ആൻഡ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുടിയിൽ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ നോർമലി നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ചെയ്യുന്നതാണ് ഞാൻ. പക്ഷേ അത് നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഫ്രഷ്ലി ചതച്ചെടുക്കുന്ന ഹിബിസ്കസ് ആണ്. ചെമ്പരത്തി ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ തലയ്ക്ക് നല്ല തണുപ്പാണ്. എസ്പെഷ്യലി നമ്മളുടെ ഈ സമ്മർ ക്ലൈമറ്റിലൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾ യൂസ് ചെയ്തവർക്ക് അറിയാം. ഇത് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നാട്ടിലൊക്കെ എല്ലാവരും എൻ്റെ വീട്ടിൽ ഞാൻ കൊച്ചിലെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ സമ്മർ ക്ലൈമറ്റിൽ ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് ഫുള്ളി ഞാൻ ഈ മിക്സ്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. താളിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് നമ്മൾ വെക്കണം മിനിമം. അത് കഴിഞ്ഞ് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ നല്ല സോ ദിസ് ഈസ് ലിറ്ററലി ഹൗ മൈ ഹെയർ ലുക്സ് ആഫ്റ്റർ വാഷ്. ഒരു ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഞാൻ ഓയിൽ തേച്ചിട്ടില്ല, ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഓയിലൊന്നും തേച്ചില്ല. അതിനുശേഷം ഞാൻ നാച്ചുറൽ ഹെയർ മാസ്ക് ആയിട്ടുള്ളതാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യുക.